ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മഹാഭാരതം, ജീവിതത്തെ നയിക്കുന്ന അനശ്വര മഹാകാവ്യം. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടികളിലൊന്നായ മഹാഭാരതത്തെയാണ്. ഇത് വെറും ഒരു പുരാണ കഥയല്ല, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു മഹത്തായ ജീവിത പാഠമാണ്. വ്യാസമഹർഷി രചിച്ച മഹാഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമാണ്. ഏകദേശം 1,00,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മഹാകാവ്യം യുദ്ധത്തിൻ്റെയും രാജവംശങ്ങളുടെയും കഥ മാത്രമല്ല, ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും നന്മയും തിന്മയും തമ്മിലുള്ള ശാശ്വത പോരാട്ടത്തിൻ്റെ കഥ കൂടിയാണ്. പാണ്ഡവരും കൗരവരും ഒരേ കുടുംബത്തിൽ ജനിച്ചവരാണ്. എന്നാൽ അവരുടെ ജീവിതപാതകൾ വ്യത്യസ്തമായിരുന്നു. പാണ്ഡവർ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ കൗരവർ അധികാരത്തിൻ്റെയും അസൂയയുടെയും വഴിയിലൂടെയാണ് നടന്നത്. ജീവിതത്തിൽ അനേകം കഷ്ടതകൾ നേരിട്ടിട്ടും പാണ്ഡവർ തങ്ങളുടെ മൂല്യങ്ങൾ കൈവിട്ടിട്ടില്ല. രാജ്യം നഷ്ടപ്പെട്ടു, വനവാസം അനുഭവിച്ചു, അപമാനങ്ങൾ സഹിച്ചു. എന്നിട്ടും അവർ ധർമ്മത്തിൽ ഉറച്ചു നിന്നു. ഇതിലൂടെ മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിജയം സമ്പത്തിലോ അധികാരത്തിലോ അല്ല, മറിച്ച് നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനാലാണെന്ന് താണ്. മഹാഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രംഗം കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ്. യുദ്ധത്തിന് മുമ്പ് അർജുനൻ ആശയക്കുഴപ്പത്തിലും വിഷാദത്തിലുമാകുന്നു. തൻ്റെ ബന്ധുക്കൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുന്നതിൻ്റെ വേദനയിൽ അദ്ദേഹം തളർന്നു പോകുന്നു. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീതയുടെ അമൂല്യമായ ഉപദേശം നൽകുന്നത്. ഗീതയുടെ സന്ദേശം ഇന്ന് മനുഷ്യരാശിയെ പ്രചോദിപ്പിക്കുന്നു. കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്ന കൃഷ്ണൻ്റെ ഉപദേശം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രസക്തമാണ്. വിജയമോ പരാജയമോ നമ്മുടെ നിയന്ത്രണത്തിലല്ല, എന്നാൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ കൈകളിലാണ്. മഹാഭാരതം നേതൃത്വത്തെക്കുറിച്ചും വലിയ പാഠങ്ങൾ നൽകുന്നു. യഥാർത്ഥ നേതാവ് അധികാരം തേടുന്നവനല്ല, മറ്റുള്ളവരെ സേവിക്കുകയും നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നവനാണ്. അഹങ്കാരവും കോപവും മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതും ഈ മഹാകാവ്യം വ്യക്തമാക്കുന്നു. ദുര്യോധനൻ്റെ അസൂയയും അഹങ്കാരവും ഒടുവിൽ അവൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തിന് കാരണമായി. ഇന്നത്തെ ലോകത്തും മഹാഭാരതത്തിൻ്റെ പ്രസക്തി കുറഞ്ഞിട്ടില്ല. കുടുംബ ബന്ധങ്ങൾ, സൗഹൃദം, നേതൃത്വം, ഉത്തരവാദിത്വം, ആത്മനിയന്ത്രണം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും മഹാഭാരതം നമുക്ക് വഴികാട്ടിയാണ്. ഈ മഹാകാവ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സത്യമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം പുറത്തുള്ളവരോടല്ല, നമ്മുടെ ഉള്ളിലെ ദൗർബല്യങ്ങളോടെയാണ്. അതിനാൽ മഹാഭാരതം വായിക്കുന്നത് ഒരു
കഥ അറിയുന്നതിന് വേണ്ടി മാത്രമല്ല, ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുമാണ്. സുഹൃത്തുക്കളെ, ധർമ്മത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനും പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാനും മഹാഭാരതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുരാതന ജ്ഞാനവും ജീവിത വിജയത്തിൻ്റെ രഹസ്യങ്ങളും പങ്കുവയ്ക്കുന്ന കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ ഈ വീഡിയോ ശ്രദ്ധിച്ചു കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രചോദനാത്മകമായ വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ.